എടാ തോമസ്, നീ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ച്. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നിനക്കും അറിയാം. നീ നന്നായിട്ട് ഇടന്ന് ജോലി ചെയ്യും. നിനക്ക് പിള്ളേരുണ്ടെന്ന് പറഞ്ഞില്ലേ? പിള്ളേരെ നീ പിന്നെ വലിക്കാനാണ് ഉണ്ടാക്കിയിട്ടത്. പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നീ ജോലിയും ചെയ്ത് അതിന് കൊടുക്കണം. അതിന് നീ എന്തിനാ നാഗാദേവിയുടെ ഹോസ്പിറ്റലെല്ലാം കീഴി വന്നിരുന്നു കിടന്ന് കരയുന്നത്? നിനക്ക് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ അറിയായിരുന്നോ? ഒരു പെണ്ണിനെ മലർത്തി ഇങ്ങോട്ട് കിടത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറി അടിച്ചു കൊടുത്തിട്ട് കൊച്ചുങ്ങളെ ഉണ്ടാക്കുവാണെങ്കിൽ ആ കൊച്ചുങ്ങൾക്ക് അന്വേഷിച്ചു കൊടുക്കണം. അതിന് നീ എന്തിനാ കരഞ്ഞോണ്ട് വന്ന് എഴുതി വെക്കുന്നത്? നാനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡോളി ചെയ്തപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് പേക്ക് ബുക്ക് ഇല്ലായിരുന്നു, അതായത് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു. എനിക്ക് പേക്ക് ബുക്ക് ഇല്ലായിരുന്നു. ഞാൻ ഒത്തിരി കിടന്ന് അധ്വാനിച്ചു. എനിക്കിനി ഒന്നും വയ്യ. അതാണ് മൈര, നീ കൊച്ചുങ്ങളും ഉണ്ടാക്കിയില്ലേ? അത് വലിയൊരു അധ്വാനമാണ്, അതറിയാവോ? പിള്ളേരെ ഉണ്ടാക്കുന്നതാണ് വലിയൊരു അധ്വാനം. എടാ രണ്ടി, ഞാൻ നിന്നോട് പറഞ്ഞോടാ, ഈ ഗുരു ദിവ്യ നാഗ സൈരേന്ദ്രി ദേവി എവിടെയോ കിടക്കുന്ന എൻ്റെ പൊന്നുമോള് തോമസ്, അല്ല എൻ്റെ പൊന്നുമോള് ഗുരു ദിവ്യ നാഗ സൈരേന്ദ്രി ദേവി നിന്നോട് പറഞ്ഞോടാ മരക്കോന്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ. ഞാൻ നിന്നോട് പറഞ്ഞില്ല. നിനക്ക് കഴപ്പ് മൂത്തോ അല്ലാതെ നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് പിന്നെ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്ക് മൊത്തവും കരഞ്ഞോണ്ട് കിടക്കുക. ഞാൻ അധ്വാനിച്ചു കൊടുക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരധ്വാനിച്ചു കൊടുക്കണം? തോമസ് തീർന്നു. പിന്നെ ഞാൻ അധ്വാനിച്ച് കൊടുക്കണോ? നീ വല്ല കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ട് ഞാൻ വേണോ അതിനെ അധ്വാനിച്ചു കൊടുക്കണ്ടേ? നീ തന്നെ അധ്വാനിച്ചു കൊടുക്കണം മൈരെ. ഉള്ള എൻ്റെ പോസ്റ്റിൻ്റെ എല്ലാം കീഴി വന്ന് കരയുവാടോ. ആ മൈരും കരഞ്ഞു എഴുതി വെക്കുക തോമസ് ചത്തെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവന് അതിനടിയിലെല്ലാം വന്ന് കരയുക. അവനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അധ്വാനിക്കുന്നു. നിന്റെ പെണ്ണും പിള്ളയോട് നീ പറ മൈരേ.